എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം മഹാശനി മാറ്റം മൂലം ഗുണാനുഭവങ്ങൾ കിട്ടുന്ന നക്ഷത്രങ്ങൾ. അതാണ്. ശനി രാശി മാറിക്കഴിഞ്ഞു. 2025 മാർച്ച് 29 ശേഷം ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിച്ചു. അപ്പോൾ അതുമൂലം ഗുണം കിട്ടാവുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളം നിൽക്കും. ഒരു രാശിയിൽ നിന്ന് ശനി മാറിയാൽ പിന്നെ ആ രാശിയിൽ ശനി വരാൻ 30 വർഷം കഴിയണം. അതുകൊണ്ട് തന്നെയാണ് മഹാശനി മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ മഹാശനി മാറ്റം മൂലം ഗുണം കിട്ടാവുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകരക്കൂറിലെ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. മകരക്കൂറിൽ വരുന്ന ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. അതേപോലെ തന്നെ തുലാക്കൂറിലെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. തുലാക്കൂറിലെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ഇതുകൂടാതെ ഇടവക്കൂറിലെ കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, അര. കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര. ഈ നക്ഷത്രങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ തുലാക്കൂറ് ശനിയുടെ ഉച്ചക്ഷേത്രമാകയാൽ അവിടെ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഗുണം കിട്ടും. ശനിയുടെ ഗുണം കിട്ടും. കാരണം ശനിയുടെ ഉച്ചക്ഷേത്രമാണ് തുലാം. അപ്പൊ തുലാക്കൂറിലെ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഇവർക്ക് പ്രത്യേക ഗുണം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജന്മരാശിയുടെ 3, 6, 11 നിൽക്കുന്ന ശനി അയാൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ നൽകും. ശനി അവരെ ദ്രോഹിക്കില്ല എന്നാണ് പറയുന്നത്. ജന്മരാശിയുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളുടെ ജന്മരാശിയുടെ 3, 6, 11 നിൽക്കുന്ന ശനി അയാൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ നൽകും. അപ്പൊ മകരക്കൂറിൻ്റെ 3-ലും തുലാക്കൂറിൻ്റെ 6-ലും ഇടവക്കൂറിൻ്റെ 11-ലും ആണ് ശനി കടന്നു വരുന്നത്. ശനി മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ മകരക്കൂറിൻ്റെ 3-ലും തുലാക്കൂറിൻ്റെ 6-ലും ഇടവക്കൂറിൻ്റെ 11-ലേക്കും ശനി വരുന്നത് ആ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടാൻ സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ശനിയുടെ രാശിമാറ്റം മൂലം ഗുണം കിട്ടാവുന്ന ഈ നക്ഷത്രങ്ങൾ എന്ന വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.